ലൈല വെയിറ്റ്, അതങ്ങനെ ഒഴിച്ചു വെച്ചാൽ മതിയാവില്ല. അതൊരു ചെയിൻ അല്ല, ഇതൊരു മെക്കാനിക്കൽ സസ്പെൻഷൻ ഉള്ള ഒരു കോമ്പിനേഷനാണ്. റൊട്ടേഷണൽ ഫോഴ്സിന്റെയും ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെയും ഒരു സിംഫണി. ഫ്രിക്ഷൻ ആണ് മോഷന്റെ ശത്രു. ഇത് മെക്കാനിക്കൽ വേൾഡിൽ ഒരു റൈറ്റർ ബ്ലോക്കാണ്. ഇതിനൊരു സ്പെസിഫിക് വിസ്കോസിറ്റി വേണം. ആംബിയന്റ് ടെമ്പറേച്ചറിന് സെറ്റ്. നീ എന്ത് തേങ്ങ പറയുന്ന ആശിക്ക, ഒന്ന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് പറ്റുമെങ്കിൽ ഇതൊന്നും ചെയ്ത. ലൈലക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? 20 to 50 അറിയോ? മര്യാദക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. ഈ ബൈക്ക് ചെയിനെ പറ്റി ഇത്രയും കവിതാത്മകമായിട്ട് സംസാരിക്കുന്നത് നിന്നെ കണ്ടിട്ടുള്ളൂ. അയ്യേ, ഇത് കുഴപ്പമില്ല. കൈമല്ല ഫുള്ള് വൃത്തിയേടായി. ഇറ്റ്സ് ഓക്കെ. അതിനത് നിന്റെ പ്രശ്നമല്ലേ, എനിക്കെന്താ പ്രശ്നം? അതെന്റെ പ്രശ്നമാണ്. അത് ഞാൻ ക്ലീൻ ആക്കിക്കോളും. ഡോണ്ട് വറി ലൈല. എനിക്കെന്തോടി? എന്നാലും ഡോണ്ട് വറി, ഞാൻ പോയി ഇത് ക്ലീൻ ആക്കി തരാം. അപ്പൊ ഇതില് ഞാൻ വേറെ ഹെൽപ്പ് ഒന്നും. എന്റെ പൊന്നാശിക്കുന്നത് എനിക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. എന്നാ പിന്നെ ഇത് ചെയ്തിട്ട് പോയിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ചെയ്തിട്ട് ഞാൻ പോയി ഒരു ചായ അടിച്ചിട്ട് തരാം. നീ എന്തൊക്കെ ചെയ്യും? ഉണ്ടാറ്. ലേലെ കൊണ്ട് നമ്മളെ ഇതുപോലത്തെ ഒരു കുർത്തി ഇടിക്കണം. നല്ല ചുരിദാർ കിട്ട നല്ല രസമുണ്ടാവും. ആമി, നീ ശ്രദ്ധിച്ചിട്ടുണ്ട നമ്മൾ ആശിക്കുന്ന എന്താ ലേലാൻ്റെ അടുത്തൊരു ഇളക്കം? നിനക്ക് തോന്നിയോ? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ തോന്നിയെന്ന്. നിനക്ക് തോന്നിയില്ലേ? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. ഒന്ന് വാച്ച് ചെയ്യാം. ലൈലക്ക് ബ്രേസ്ലെറ്റ് ഇഷ്ടമാണോ? ഇതൊക്കെ നല്ല രസമുണ്ട് ഇട്ടാല്. ഞാൻ ഒന്ന് വാങ്ങി തട്ടെ? എന്തിനും ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കൂലേ? നൈസ്, ഇത് കൊള്ളാം. ലൈല, കക്കയൊന്നും കാണിക്കുക ടൈഫോയി. സർജറി ഒന്നല്ല, ബ്രേസ്ലെറ്റ് കേട്ടാ നീ എന്തിങ്ങനെ? നീ എന്തേ കാണിക്കുന്നു? ഇങ്ങോട്ട് പറ. നൈസ്, ലൈലക്ക് നന്നായിട്ട് ചേരുന്നുണ്ടത്.